എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അത്രല്ലേ. നമുക്ക് 2 സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. 2 പോസ്റ്റേഴ്സ് ആയിരിക്കുമെന്ന് കരുതുന്നു. അതായത് ആലപ്പുഴ ജിംഖാന ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരും എന്നുള്ളതാണ് ഇവരുടെ അനൗൺസ്മെൻറ്റ്. അതിനുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ അതിന് മുൻപ് നമുക്കൊരു അഡോർ സാധനം കിട്ടിയിട്ടുണ്ട്. റെട്രോ കാർത്തിക് സുബ്രാജ് പടം കണ്ടപ്പോ തന്നെ ഞെട്ടിത്തരിച്ച്. ആ പടം കണ്ടപ്പോ ഞെട്ടി അല്ലേ? അതെ, പോസ്റ്റർ എന്തൊരു ലുക്കാണോ. പ്രായം എത്ര ശരിക്കും റെട്രോ. അതായത് ആ പഴയ കാലഘട്ടത്തിന്റെ ലുക്കിലേക്ക് ശരിക്കും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വേറിട്ടൊരു ലുക്കില്ലേ? ഒരു സ്റ്റൈലിഷ് ലുക്ക് ആണെങ്കിലും ആ പഴയ റെട്രോ സ്റ്റൈല് സത്യം അത് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ. അതും ആ ഒരു ഏരിയയും ഈ ഒരു പോസ്റ്ററിന്റെ ഒരു സ്റ്റൈല് തന്നെ ഭയങ്കരം. അതായത് ആ പഴയ കാറ് അതിൽ ചാരി നിൽക്കുന്നു. ഈ നൃത്തം നല്ലൊരു ഫോട്ടോയ്ക്ക് പോസിങ്ങിനുള്ള നൃത്തം കേട്ടോ. എന്തോ ഒരു പരിപാടിക്കുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും പിടിക്കാം. അതെ, ലവ് ആണോ ഇനി വാറാണോ അറിയില്ല, അത് നോക്കാം. എന്തായാലും ഈ ലുക്കൊക്കെ കണ്ടിട്ട് ലവിലേക്കുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ടീമിനെ പറഞ്ഞു വിട്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാമോ, അങ്ങനെ കൈയൊക്കെ വെച്ചിട്ടേ വേഗം കൊണ്ടുപോടാ, അവനെ തട്ടിയിട്ട് വേണം പോവാന്ന്. എനിക്കിവിടെ വാറിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം അതായത് ചെമ്മരിയാടുകൾ, പിന്നെ ഈ ക്ലാസിക് വണ്ണി, പിന്നെ പുൽമേട് അവിടെ ഇങ്ങനെ ആ ഒരു ലവ് അല്ലേ അവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ടീസറിൽ കണ്ടപ്പം ആ ലവിന്റെ സ്ഥലത്തോട്ട് എത്തിയപ്പം മറ്റേ ലുക്ക് വേറെ ആയിരുന്നു. അതായത് ട്രിം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇങ്ങനത്തെ മീശ അല്ലായിരുന്നു വെച്ചിട്ടുണ്ട്, താടി ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതായത് അത് ശരിയാട്ടോ. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ കുറച്ച് കൂടിയ ഐറ്റം ഇല്ലേ, ആ സമയത്തുള്ള ലുക്കാണ്. അതായത് അച്ഛന്റെ കൂടെ എല്ലാ കണ്ണന്തിരിവിനും നടന്നിരുന്ന ആ ഒരു ലുക്കിലാണ് ഇപ്പൊ നമ്മള് ഈ ഒരു പോസ്റ്ററിൽ കാണുന്നത്. അത് ശരിയാ. ആളുടെ നൃത്തത്തിൽ തന്നെ അങ്ങനെയാ, എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ഉണ്ട് മുഖത്ത്. എന്താ പറയുക, ഈനൊക്കെ പൊളിക്കല്ലോ. ഓക്കെ, എന്തായാലും ന്യൂ ഇയർ ആയിട്ടുള്ള ഇവരുടെ പോസ്റ്ററാണ്. ഗംഭീര സാധനം. ഓക്കെ, എന്തായാലും സമ്മറിനാണ് സിനിമ റിലീസ് എത്തുന്നത്. ഓക്കെ, ഇനി സമയമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ആലപ്പുഴ ജിംഖാന നോക്കാം. കൂട്ടത്തോടെയാണല്ലോ, ഇതൊന്നിലൊന്നും അല്ലട്ടോ മോനെ. എന്താ ചെക്കന്മാരൊക്കെ കിടിലായിട്ടുണ്ടല്ലോ. ഫസ്റ്റ് നോക്ക് ലുക്മാന് മാറി ഗണപതി. നോക്ക്, വെച്ചിട്ട് ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു 2 അതേ ലുക്ക്, അതേ സംഭവം, അതേ ഫിസിക്കലടാ. ആള് നല്ല കിടലായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടല്ലോ. 6 പാക്ക് അതപ്പുറത്ത് ഞാന് നെസ്ലിന് പിന്നെ ചെയ്യാം, ആൾക്കും ചെയ്യാം. ലുക്മാനെ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടി. എന്തൊരു ഫിസിക്കാണ് അവളുടെ. ശരിട്ടോ, കിടിലനായിട്ടില്ലേ ആള്, പൊളിച്ച്. ഗണപതി നസ്ലന് നമ്മള് ഇപ്പൊ ലുക്മാൻ എപ്പോഴും എന്താ ഈ റോ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നസ്ലൻ എപ്പോഴും ഈ ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് സാധനങ്ങളെ പിടിച്ചിട്ടുള്ളൂ. ഇത് അങ്ങനെയല്ലല്ലോ, ഇത് മാറി വന്നാ നിൽക്കുന്നത്. ആള് മാറിയിട്ടുണ്ട്. അതും ഒരു ടീം തന്നെയാണ് കേട്ടോ. ഈ ടീം ആരൊക്കെ ഇതൊക്കെ? ഇത് ഫാലിമിയിലുണ്ടായിരുന്ന ചെക്കനാണ്, എന്താ അർജുനോ അങ്ങനെ തങ്ങളുടെ ശ്രീനാഥ് അർജുൻ അങ്ങനെ തങ്ങളുടെ പേര്. പിന്നെ മറ്റുള്ള ആൾക്കാരൊന്നും അത്ര പരിചയം പോരാട്ടോ. ഓക്കെ, എന്തായാലും ആലപ്പുഴ ജിംഖാന ടീം വേറെ ലെവലാ. ജിമ്മിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ വെയിറ്റ് ഒക്കെ ഉണ്ട് ഗണപതി. പിന്നെ കുറച്ച് മെഡലുകൾ തൂങ്ങിക്കിടപ്പുണ്ട്. സെറ്റപ്പ് തന്നെ കേട്ടോ. ബോക്സിനോ പോട്ടെ, കിക്ക് ബോക്സിംഗ് പരിപാടി പൊളിക്കോട്ടോ. എന്താണെങ്കിലും ഖാലിദ് റഹ്മാൻ അതെ, ആ ഡ്രൈവറേട്ടനെ മൂപ്പര് തകർക്കും, മൂപ്പര് പൊളിച്ചെടുക്കട്ടെ എന്ന്. എന്താ സോങ് ഡിബിയോ ശരി, ആലപ്പുഴന്റെ തനത് സാധനം. ഒരുപാട് തലയാടി പോകുന്നു. ചിലപ്പോ നമ്മൾ ആടും. ഇതിനകത്തുണ്ട് ടീമിന്റെ പേരുണ്ട്. ഓക്കെ, നസ്ലൻ, ലുക്മാൻ, ഗണപതി, പിന്നെ സന്ദീപ് എന്നാണ് അയാളുടെ പേര്.
ഓക്കേ, കൊള്ളാം. സംഭവം കുറെ ആൾക്കാരുണ്ട് ഇത് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാലേ ഇപ്പൊ തീരും. എന്തായാലും ഗംഭീര സാധനം. കേട്ടില്ല. ന്യൂ ഇയർ ആയിട്ട് ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഞാനേ ഇതിന്റെ മുൻപ് ഇവര് ഒരു വീഡിയോ പുറത്തിട്ടുണ്ടായിരുന്നല്ലേ, അതിലുണ്ടല്ലോ ഒരു മോഷൻ പോസ്റ്റർ. മോഷൻ പോസ്റ്റർ. അത് മാത്രല്ലാതെ വേറെന്തോ ഇതിന്റെ റാപ്പ് ചെയ്തതിന്റെ ആണോ, അതിലുണ്ടല്ലോ നമ്മുടെ നസ്ലന്റെ ഒരു ഇടിന്റെ ഒരു സാധനം. അത് കണ്ടപ്പോഴേ ഞെട്ടിയതാണ്. പക്ഷെ എങ്കിലും ഫിസിക്കൊക്കെ ആ ലെവലിലൊക്കെ എത്തുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിട്ട് നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്, അത് കാണാനുണ്ട്. അതെ, അതാണ് ഇതാണ് പരിപാടി. പ്രേമലൂല് വന്ന് നിൽക്കുന്ന ആളാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ ആവണം, ചേഞ്ച് ഒക്കെ ഇങ്ങനെ വരണം, അപ്പളേ ആളുടെ എന്താ പറയാ മുന്നോട്ടുള്ള ഇതില് സെറ്റ് ആവുള്ളൂ. ഇനി ഐറ്റംസ് ഇനി വന്നോളും. ഇനിയിപ്പോ ദുൽഖറിന്റെ കൂടെ, അതായത് ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ഉണ്ട് റേഫർ. ആ സിനിമ 30 കോടിന്റെ മുകളിലേറ്റാണ് അതിന്റെ ബഡ്ജറ്റ് വരുന്നത്. ഒരു ഫാന്റസി പരിപാടിയാണ്. കല്യാണി പ്രിയദർശൻ, നസ്ലൻ ഇവരൊക്കെയാണ് ഒരുമിക്കുന്നത്. ഇതൊരു സംഭവബോധമായ പരിപാടിയായിരിക്കും. യെസ്. അപ്പൊ എന്തായാലും 2025 നസ്ലൻ ഒന്ന് തൂക്കാനുള്ള സാധനമുണ്ട്. തൂക്കിയടിക്കുള്ള മുതലുണ്ട്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനെ ലുക്ക് കണ്ടിട്ട് അങ്ങ് പ്രതീക്ഷിക്കണ്ട, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തല്ലുമാല സിനിമയുടെ ഡയറക്ടറാണ്. അങ്ങേരാണ് ഇങ്ങനെ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതും ഒരു ബോക്സിംഗ് സിനിമ. അതെ. മറ്റേ തല്ലുമാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് നാടൻ അടിയും പരിപാടികളൊക്കെയാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഒരു വേറെ ഇതിന്റെ ഷൂട്ടിന് പുറകെ തന്നെ അവർക്ക് സെപ്പറേറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് ലുക്മാന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയ്ക്കും അധ്വാനിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഗംഭീര സിനിമ ആവട്ടെ, അത്രേ ഉള്ളൂ. എന്ത് പുതിയ വർഷം, പുതിയ സിനിമകള്, പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മലയാളത്തിന്റെ തൂക്കിയടി നടക്കാൻ പോകുന്ന വർഷമാണ്. പലതരം ജോണറുകൾ, പല പരിപാടികള്. ഏത് ആര് സ്കോർ ചെയ്യും എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ കാണാണ്ടിരിക്കണ്ടുള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം തകർക്കാനുള്ള സംഭവങ്ങൾ തന്നെ. എന്താലേ എത്ര പടങ്ങൾ അല്ല പോസ്റ്റർ കണ്ടിട്ട് ഹൈപ്പ് കേറുക പറഞ്ഞിട്ടില്ല. സത്യം. ഈ 2025 സിനിമ കണ്ടിട്ട് മടുക്കൂട്ടോ. അതും വെറൈറ്റി ഐറ്റംസ്. മൊത്തത്തിൽ ഭ്രാന്താവും. അപ്പൊ എന്തായാലും പോവല്ലേ. അപ്പൊ കിട്ടിയ രണ്ടും കട്ടാറ് സാധനം, റെട്രോ പിന്നെ ആലപ്പുഴ ജിംഖാന. ഇനിയിപ്പോ നാളെ ഐഡന്റിറ്റി റിലീസാണ്. അതായത് മലയാളത്തിലെ 2025 ഫസ്റ്റ് സിനിമ. യെസ്, അതായത് 2025 നമ്മൾ ആദ്യം പോയി കാണുന്ന സിനിമ. ഒരുപാട് ഗംഭീരാവണേ. എന്നിട്ട് വേണം ഇവിടെ വന്നിരുന്നിട്ടൊന്ന് തകർക്കാൻ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.